Reema's kitchen. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു അടിപൊളി പുഡിംഗ് ആണ്. അപ്പോൾ വളരെ സിമ്പിൾ ആൻഡ് ക്വിക്ക് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയി ചെയ്യാം പുഡിംഗ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാൻ. അപ്പോൾ നമ്മുടെ പുഡിങ്ങിന് വേണ്ട കാരമൽ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ എനിക്ക് ഞാനൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു 1/3 കപ്പ് ഷുഗർ ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ ഡയറക്റ്റ് മെൽറ്റായിട്ട് നമുക്ക് കാരമലാക്കാം. അപ്പം നല്ല ബ്രൗൺ കളർ കാരമൽ സിറപ്പ് വേണം നമുക്ക്. ഇത് ലോ ഫ്ലെയിമിലേക്ക് വെക്കും. നമ്മളൊരു കാരമൽ ഉണ്ടാക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പാത്രത്തിലേക്ക് ഈ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ശുദ്ധിച്ചിട്ട് മാറ്റി. അപ്പോൾ ഈ പാത്രത്തിലേക്ക് നമ്മൾ കാരമൽ സിറപ്പ് ഒഴിച്ചു. ഇനി നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അതിന് സെറ്റ് ആവട്ടെ അവിടെ ഇരുന്ന്. അപ്പോൾ നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു 1.5 കപ്പ് പാലൊഴിച്ച് കൊടുക്കുക. 1.5 കപ്പ് മെഷറിംഗ് കപ്പിന് 1.5 കപ്പ് പാലൊഴിച്ച് കൊടുത്തു. ഇനി നന്നായിട്ട് ബോയിൽ ചെയ്തിടണം. ഇതിലേക്ക് നമുക്കൊരു 1.5 കപ്പ് പാലൊഴിച്ചു. ഇനി അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാര ഇട്ട് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ. നമുക്കൊരു നമ്മുടെ പാൽ ബോയിൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു 1/3 കപ്പ് കസ്റ്റാർഡ് പൗഡർ എടുത്ത് ഒന്ന് ലിക്വിഡ് ആക്കി വെക്കണം. അപ്പോൾ ഒരു ഗ്ലാസ്സിലേക്ക് എടുത്ത് നമുക്കൊന്ന് കലക്കി വെക്കാം. ഇത് പാല് തിളയ്ക്കുമ്പോഴത്തേന് നമുക്ക് ഈ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കുക. നമുക്ക് 1/3 കപ്പ് കസ്റ്റാർഡ് പൗഡർ നമുക്കൊന്ന് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കി എടുത്ത് വയ്ക്കാം. നല്ല ലിക്വിഡ് പോലെ നല്ല വെള്ളം പോലെ കലക്കി എടുക്കുക. നമുക്കൊരു 5 സ്ലൈസ് ഓഫ് ബ്രെഡ് വേണം. അതിങ്ങനെ സൈഡെല്ലാം ചെത്തി കളഞ്ഞിട്ട് നമുക്ക് ഒന്ന് മുറിച്ച് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. എന്നിട്ട് വേണം നമ്മുടെ പുഡിങ്ങിനകത്ത് ചേർക്കാൻ. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുത്ത് വെക്കാം. അപ്പോൾ നമ്മുടെ 5 സ്ലൈസ് ബ്രെഡ് ഇതുപോലെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ പാല് ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കസ്റ്റാർഡ് മിക്സ് ചെയ്ത് വെച്ചിരുന്ന കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/3 കപ്പ് കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്ത് വെച്ച മിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കസ്റ്റാർഡ് കുറുകി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ബ്രെഡിൻ്റെ പൊടി പതിയെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് കസ്റ്റാർഡ് കുറുകി തുടങ്ങുമ്പോൾ തീ ഓഫ് ചെയ്യണം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. നല്ല തിക്കാവും. പാല് ചൂടായി അതിലേക്ക് നമ്മൾ കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു. അത് കുറുകിയപ്പോഴത്തേക്കും നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് ഈ ബ്രെഡിൻ്റെ പൊടി ഇതുപോലെ ചേർത്ത് കൊടുത്തു. നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കാരമൽ ഇതിനകത്ത് വെച്ച് കൊടുത്താൽ നല്ല കണ്ണാടി പോലെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ പുഡിങ് വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് നല്ല ഈവനായിട്ട് പാത്രത്തിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. നല്ല ഒരേ ലെവലിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. കാരമൽ നിങ്ങൾ കണ്ടല്ലോ നല്ല തിക്കായി കഴിയണം. നല്ല സെറ്റായി വരത്തുള്ളൂ. നമ്മുടെ പുഡിങ് സെറ്റ് ചെയ്തിരിക്കുന്ന പാത്രം നിങ്ങൾ ഒന്ന് നല്ലൊരു ടൈറ്റ് അടപ്പ് അല്ലെങ്കിൽ ഇതുപോലെ ഫോയിൽ പേപ്പർ നമ്മളൊന്ന് സീൽ ചെയ്യുക. എന്നിട്ട് നമുക്ക് ഒരു പാനിൽ വെള്ളം എടുത്തിട്ട് നല്ലൊരു സ്റ്റാൻഡ് ഇറക്കി വെക്കാം. എന്നിട്ട് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. സ്റ്റീമർ ഉണ്ടെങ്കിൽ അതായാലും മതി. വെള്ളം ചൂടായി തുടങ്ങിയിട്ടുണ്ട്. പുഡിങ്ങിൻ്റെ പാത്രം ഇറക്കി വെച്ചു. ഇനി ഒന്ന് ക്ലോസ് ചെയ്തൊരു 15 മിനിറ്റ് നന്നായിട്ട് സ്റ്റീം കയറട്ടെ. അപ്പോൾ പുഡിങ് ഒരു 15 to 20 മിനിറ്റ്സ് നന്നായിട്ട് സ്റ്റീം കയറണം. എന്നിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അത് വരെ ഇതൊന്ന് അടച്ചു വെച്ചാൽ ഇങ്ങനെ നമുക്ക് ഈ സ്റ്റീം പുഡിങ് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുന്ന പോലെ കേക്ക് സ്റ്റീം ചെയ്തെടുക്കാം. അതിൻ്റെ വീഡിയോ നമ്മൾ നെക്സ്റ്റ് ടൈം ഇട്ട് തരുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് റെഡി ആകട്ടെ. പുഡിങ് ഒരു 20 മിനിറ്റ്സ് നന്നായിട്ട് സ്റ്റീം ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിടുക. എന്നിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് വെക്കാം. ഇത് നന്നായിട്ട് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം മാത്രമേ ഇനി നമുക്കത് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റത്തുള്ളല്ലോ. അപ്പം ഇനി നന്നായിട്ടൊന്ന് ആറിയിട്ട് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. അതിന് ശേഷം നമുക്കത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പം എനിക്ക് ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ നമ്മുടെ പുഡിങ് ഉള്ളിൽ നല്ല ഫ്ലഫി നല്ലൊരു ജെല്ലി പോലെ ആയിട്ടുണ്ട്.
ഇനി നന്നായിട്ട് ആറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ മിനിമം ഒരു 2 മണിക്കൂർ വെച്ചതിന് ശേഷമേ കട്ട് ചെയ്യാവുള്ളൂ. ഇത് തിരിച്ചിട്ടിട്ട് കട്ട് ചെയ്യാവുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് ഇതാറിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കും. അപ്പം പുഡിങ് ഇപ്പോൾ ഒരു 3 hours ഫ്രിഡ്ജിലിരുന്നു. ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസറിലൊന്നും വെക്കരുത്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ പുഡിങ് നല്ല സെറ്റായിട്ടുണ്ട്. ഞങ്ങൾക്കൊരു പ്ലേറ്റിലേക്ക് ഇടാം. അപ്പോൾ നമ്മുടെ നല്ല കേക്ക് പോലത്തെ കാരമൽ ബ്രെഡ് പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇച്ചിരി കഴിച്ച് കാണിച്ചു തരാം. നിങ്ങളും തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. വളരെ സിമ്പിളായി ഈസി റെസിപ്പി. സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ കമൻസ് ഒക്കെ അയക്കണം. നമ്മുടെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ എന്തായാലും മറക്കരുത്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. നെക്സ്റ്റ് റെസിപ്പി വരുന്നത് ബൈ ഫ്രം റീമാസ് കിച്ചൻ.